ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ടോൾ ബൂത്തിൽ ജോലി ചെയ്യുന്ന മായയെയും അവളുടെ കൂട്ടുകാരിയായ ദിനിയെയുമാണ് കാണിക്കുന്നത്. പിന്നീട് മായ ദിനിയെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പഴഞ്ചൻ കാറിൽ ഒരു മനുഷ്യൻ അവളെ നിരീക്ഷിച്ചുകൊണ്ട് മെല്ലെ കടന്നു വരുന്ന കാഴ്ച മായ ഭീതിയോടെ കാണുന്നത്. എന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അയാൾ കടന്നുപോയി. ഇയാൾ ഇതിനു മുൻപും എന്നെ നിരീക്ഷിക്കുന്നത് താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മായ ദിനിയെ അറിയിച്ചു. എന്നാൽ ഈ ഒരു സമയത്താണ് കുറച്ചകലെയായി വാഹനം നിർത്തിയ ആ മനുഷ്യൻ ഒരു വാളുമായി മായക്കു നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ച അവൾ കാണാനിടയാവുന്നത്. വെപ്രാളം മൂലം മായയ്ക്ക് പെട്ടെന്ന് ക്യാബിൻ്റെ വാതിൽ തുറക്കാനായി സാധിച്ചിരുന്നില്ല. ഒരു വിധത്തിൽ അവൾ വാതിൽ തുറന്ന് പുറത്തേക്കോടി. അപ്പോഴേക്കും ആ മനുഷ്യൻ മായയുടെ തൊട്ടുപുറകിലേക്ക് എത്തിയിരുന്നു. ഫോണിലൂടെ ഈ ബഹളങ്ങളെല്ലാം കേട്ടിരുന്നതിന് ഇക്കാര്യങ്ങൾ സെക്യൂരിറ്റി ജീവനക്കാരെ അറിയിച്ചിരുന്നു. നിലത്തു വീണ ദിനിയെ ആ മനുഷ്യൻ കൊലപ്പെടുത്താനൊരുങ്ങുകയാണ്. നീ ഡോണോയുടെയും ഷിൻഡോയുടെയും മകളാണെന്നും ഹർജോസാരി എന്ന എൻ്റെ ഗ്രാമത്തിൻ്റെ ശാപമാണെന്നും ആ സമയത്ത് അയാൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ തക്ക സമയത്ത് പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയും തലയിലേക്ക് നിറയൊഴിച്ച് അയാളെ കൊലപ്പെടുത്തുകയുമാണ്. ഈ ഒരു സംഭവത്തോടെ മായയും ദിനയും രാജിവെച്ച് ബിസിനസ് തുടങ്ങിയെങ്കിലും അത് നഷ്ടത്തിലായിരുന്നു. അതിനാൽ തന്നെ ഇരുവർക്കും പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. മായയെ വളർത്തിയിരുന്നത് അവരുടെ അമ്മായിയാണ്. തൻ്റെ രക്ഷിതാക്കൾ ആരാണെന്ന് പോലും മായയ്ക്ക് അമ്മായി പറഞ്ഞു കൊടുത്തിരുന്നില്ല. പിന്നീട് മായയുടെ അമ്മായി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്ന അവളുടെ രക്ഷിതാക്കളായ ഡോണോയുടെയും ഷിൻഡോയുടെയും ഫോട്ടോ മായയെ കാണിച്ചു. അതിൽ നിന്നും തൻ്റെ യഥാർത്ഥ പേര് രഹായു എന്നായിരുന്നുവെന്ന് മായ മനസ്സിലാക്കി. മായയുടെ കാലിൽ സ്റ്റിച്ചിട്ട് വെച്ച നിലയിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. അന്ന് ആക്രമിക്കപ്പെട്ട സമയത്ത് മായയ്ക്ക് ആ മുറിവിൽ മർദ്ദനമേറ്റിരുന്നു. അന്ന് ബാത്റൂമിലിരിക്കുന്ന സമയത്ത് ആ മുറിവിൽ നിന്നും ചെറിയൊരു ചുരുൾ നിലത്ത് വീഴുന്നത് മായ കാണാനിടയായി. അതിലെഴുതിയിരുന്ന പുരാതനമായ ഭാഷ മായയ്ക്ക് മനസ്സിലായില്ല. അവൾ തൻ്റെ ഫോട്ടോ എടുത്തെങ്കിലും പിന്നീട് ആ ചുരുൾ ക്ലോസറ്റിൽ വീണുപോയി. പുറത്തേക്കിറങ്ങിയ മായയ്ക്ക് എന്തൊക്കെയോ നിഗൂഢമായ വസ്തുതകൾ തന്നെ പിന്തുടരുന്നതായി തോന്നിയിരുന്നു. പിന്നീട് മായ തൻ്റെ ജന്മസ്ഥലമായ ഹർജോസാരി എന്ന ഗ്രാമത്തുള്ള തൻ്റെ പിതാവിൻ്റെ വീട് വിൽക്കുവാനായി അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ ഒരു ബസ് യാത്രയിൽ അവൾക്കൊപ്പം അവളുടെ കൂട്ടുകാരിയായ ദിനിയും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ മായ ആ ബസ്സിലുണ്ടായിരുന്ന ഭാഷാ പണ്ഡിതനായ ഒരു വൃദ്ധനെ പരിചയപ്പെട്ടു. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറിപ്പിൻ്റെ ഫോട്ടോ അയാളെ കാണിച്ചു. ഇത് ഭീകരമായ മന്ത്രവാദത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണെന്ന് വൃദ്ധൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. പോകുന്ന വഴിയിൽ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നിരുന്ന 3 കുട്ടികളുടെ രൂപങ്ങൾ മായ കണ്ടിരുന്നു. അല്പദൂരം പിന്നിട്ടതിനു ശേഷവും ഇതേ രംഗങ്ങൾ തന്നെ ആവർത്തിച്ചു കാണാനിടയായത് മായയെ ഭയചകിതയാക്കി. ഇതെല്ലാം നിന്റെ തോന്നലായിരിക്കുമെന്നും പറഞ്ഞ് ദിനി അവളെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഇരുവരും ഹർജോസാരി എന്ന ഗ്രാമത്തിനരികിലേക്ക് എത്തിച്ചേർന്നു. ആദ്യത്തെ കുതിരവണ്ടിക്കാരൻ നിരസിച്ചെങ്കിലും രണ്ടാമൻ ഇരുവരെയും അവിടെ കൊണ്ടുവിടാമെന്നേറ്റു. ഹർജോസാരി എന്നത് കാടിനു നടുവിലായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമായിരുന്നു. ഏറെ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം അവരിരുവരും ഹർജോസാരിയിൽ എത്തിച്ചേർന്നു. പോകുന്ന വഴിയിൽ അവർ തകർന്നു വീഴാറായ മായയുടെ പിതാവായ ഡോണോയുടെ വീട് കണ്ടിരുന്നു. ആ വീട് വിൽക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാനായവർ ഗ്രാമമുഖ്യനായ ദലാങ്ങിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ദലാങ് ഇപ്പോൾ ഇവിടെയില്ലെന്നും നാളെ വരാനും ദലാങ്ങിൻ്റെ അമ്മയായ മിസ്നി അവരോട് പറഞ്ഞു. അതോടെ മായ തൻ്റെ പിതാവായ ഡോണോയുടെ വീട്ടിൽ അന്നന്തി ഉറങ്ങാമെന്ന് തീരുമാനിച്ചു. ഏറെ കാലമായി ആൾ താമസമില്ലാതെ ഒരു പ്രേതാലയം പോലെയാണ് ആ ഭവനം കാണപ്പെട്ടിരുന്നത്. അന്ന് ആ ഭവനത്തിനു സമീപത്തായി ഉണ്ടായിരുന്ന ശ്മശാനത്തിൽ ഒരു നവജാത ശിശുവിനെ അടക്കം ചെയ്യുന്നത് അവരിരുവരും കണ്ടിരുന്നു. അതിനാൽ തന്നെ അവർ ആ ശ്മശാനത്തിലേക്ക് ചെല്ലുകയും അവിടം നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഒരുപാട് നവജാത ശിശുക്കളെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത അവർ ഭീതിയോടെ തിരിച്ചറിയുന്നത്. ഈ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ ഇരുവരെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അന്നു രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പല നിഗൂഢമായ ശബ്ദങ്ങളും മായ കേട്ടിരുന്നു. രാത്രിയിൽ അവൾ
അവിടെ മുഴുവൻ പരിശോധിച്ചെങ്കിലും ഒന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു സമയത്ത് ആ ഗ്രാമത്തിൽ വേദനയാൽ പുളഞ്ഞ് ഒരു യുവതി പ്രസവിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ജനിച്ച കുട്ടിയെ രക്ഷിതാവിൻ്റെ മുൻപിൽ വെച്ച് അവിടുത്തെ ഗ്രാമമുഖ്യനായ ദലാങ് വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയാണ്. പിറ്റേന്ന് രാവിലെ ഉണർന്ന മായയും ദിനയും കണ്ടത് ആ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന രംഗങ്ങളാണ്. ഇവിടെ എല്ലാ ദിവസവും ഓരോ കുട്ടികൾ വീതം മരിക്കുന്നുണ്ട്. ഈ സ്ഥലം അത്ര പന്തിയല്ല, നമുക്കെത്രയും വേഗം തിരിച്ചു പോകാമെന്ന് ദിനി മായയോട് പറഞ്ഞു. ഇന്ന് രാത്രിക്കുള്ളിൽ നമ്മൾ വന്ന കാര്യം പൂർത്തീകരിച്ച് നമുക്കിവിടെ നിന്നും തിരിച്ചു പോകാമെന്ന് മായ ദിനിക്ക് മറുപടി നൽകി. ഈ ഒരു സമയത്താണ് സംസ്കാരം കഴിഞ്ഞ് ഗ്രാമത്തലവനായ ദലാങ്ങും കൂട്ടരും അവരുടെ പക്കലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികളാണെന്നും ഒന്ന് സംസാരിക്കണമെന്നും മായ ദലാങ്ങിനോട് പറഞ്ഞു. എങ്കിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ദലാങ് അവിടെ നിന്നും തിരിച്ചുപോയി. പിന്നീട് മായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായി അവിടെ അടുത്തായി ഉണ്ടായിരുന്ന ഒരു കടയിലേക്ക് പോയി. അവിടെ വെച്ച് മായ ആ ഷോപ്പ് നടത്തിയിരുന്ന റാദി എന്ന യുവതിയെ പരിചയപ്പെട്ടു. ഒറ്റയ്ക്കായ ദിനിയുടെ പക്കലേക്ക് ദലാങ്ങിൻ്റെ 2 അനുയായികളെത്തി. ഈ വീടിൻ്റെ മേൽക്കൂര അത്ര ഉറപ്പില്ലെന്നും തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്നും അവർ ദിനിയോട് പറഞ്ഞു. ഈ വീട് ഡോണോയുടെ മകളായ രഹായുവിൻ്റേതാണ്. എന്തിനാണ് നിങ്ങളിവിടെ താമസിച്ചതെന്ന് അവർ ദിനിയോട് ചോദിച്ചു. രഹായു മായയാണെന്നറിയാമായിരുന്നുവെങ്കിലും താനാണ് രഹായു എന്ന് ദിനി അവരോട് കള്ളം പറഞ്ഞു. ഇത് കേട്ട് സ്നേഹം നടിച്ച അവരിരുവരും വീടിനെ പറ്റി സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ദിനിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ അവരിരുവരും ചേർന്ന് ദിനിയെ അപായപ്പെടുത്താനായി ശ്രമിച്ചു. ഭീതിയോടെ ദിനി തിരിഞ്ഞോടി. നിർഭാഗ്യവശാൽ ഓട്ടത്തിനിടെ ദിനി തെന്നി വീഴുകയും അവളുടെ കാലിൻ്റെ കുഴ തെറ്റുകയും ചെയ്തു. ഉടനടി അക്രമികളിരുവരും ചേർന്ന് ദിനിയെ പിടികൂടി. തിരിച്ചെത്തിയ മായ ദിനിയെ കാണാതെ ദുഃഖിതയാവുകയും അവൾക്കായുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഒരു സമയത്ത് ദിനിയെ ബലി കൊടുക്കാനായി ദലാങ്ങിൻ്റെ ആളുകൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഏറെക്കാലമായി ദലാങ്ങും ആ ഗ്രാമത്തിലുള്ളവരും രഹായുവിനായുള്ള അന്വേഷണത്തിലായിരുന്നു. ഈ ഒരു സമയത്താണ് ദലാങ്ങിൻ്റെ അമ്മയായ മിസ്നി അവിടേക്കെത്തുന്നത്. ജീവനു വേണ്ടി യാചിച്ച ദിനിയെ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ആ തള്ള കൊലപ്പെടുത്തി. അല്പസമയത്തിനു ശേഷം മായ ദിനിയെ അന്വേഷിച്ച് ദലാങ്ങിൻ്റെ പക്കലേക്കെത്തി. എന്നാൽ ദലാങ് ഒന്നും അറിയാത്തതായി നടിച്ചു. ഈ ഒരു സമയത്ത് ദലാങ്ങിൻ്റെ ആളുകൾ കൊല ചെയ്യപ്പെട്ടിരുന്ന ദിനിയുടെ രക്തം ഉഴക്കിക്കളയുകയായിരുന്നു. അതേ നേരം മിസ്നിയാവട്ടെ മുറിച്ചെടുത്തിരുന്ന ദിനിയുടെ തോല് ഉണക്കാനിടുകയായിരുന്നു. രാത്രിയോടെ മിസ്നി ആ തോല് ഉപയോഗിച്ച് എന്തൊക്കെയോ ആഭിചാരക്രിയകൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. കാലങ്ങളായി ഗ്രാമത്തലവന്മാർ ആ ഗ്രാമത്ത് പാവക്കളി പ്രദർശിപ്പിച്ചിരുന്നു. അത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ശാപം മാറ്റുമെന്നായിരുന്നു നാട്ടുകാരുടെ വിശ്വാസം. ഈ ഒരു സമയത്ത് അവിടേക്ക് ദിനിയെ അന്വേഷിച്ച് മായയും എത്തിയിരുന്നു. ദിനിയെ കണ്ടെത്താനാവാതെ നിരാശയോടെ തിരിച്ചെത്തിയ മായ തൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഈ ഒരു സമയത്ത് മായയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ആ 3 കുട്ടികളിലൊന്ന് മായയുടെ പക്കലേക്കെത്തി. അവിടെ ഒരു പ്രസവം നടക്കുന്നുണ്ടെന്നും അത് ചെന്ന് നോക്കുവാനുമായി അവളോട് പറയുകയാണ്. അങ്ങനെ മായ പ്രസവം നടന്നിരുന്ന വീട്ടിലേക്ക് എത്തി നോക്കി. ആ യുവതി പ്രസവിച്ചിരുന്ന കുഞ്ഞിന് തൊലിയുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഗ്രാമമുഖ്യനായ ദലാങ് ആ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയാണ്. ഭീതിയോടെ ഈ കാഴ്ച കണ്ട മായ ഞെട്ടിത്തെറിക്കുകയും കാലുസിരിപ്പായി ശബ്ദമുണ്ടാവുകയും ചെയ്തു. ഇത് കേട്ട് ദലാങ്ങിൻ്റെ അനുയായികൾ പുറത്തു വന്നു നോക്കിയെങ്കിലും അവൾ മുൻപ് പരിചയപ്പെട്ടിരുന്ന റാദി എന്ന സ്ത്രീ മായയുടെ രക്ഷയ്ക്കെത്തി. ദലാങ്ങിൻ്റെ അനുയായികൾ പോയതോടെ റാദി മായയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ഗ്രാമത്തിനേറ്റ ശാപം മൂലം തൊലയില്ലാതെയാണ് കുട്ടികൾ ജനിക്കുന്നത്. അതിനാൽ തന്നെ കുട്ടികളെ കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു കാരണത്താൽ 20 വർഷമായി ഇവിടെ കുട്ടികളില്ലെന്ന് റാദി മായയോട് പറഞ്ഞു. ഇത് കേട്ട് താനൊരു കുട്ടിയെ കണ്ടിരുന്നുവെന്ന് മായ പറഞ്ഞെങ്കിലും ഒരിക്കലും അതിന് സാധ്യതയില്ലെന്നായിരുന്നു റാദിയുടെ മറുപടി. തൊലിയില്ലാതെ ജനിച്ച ഒരു കുട്ടിയെ മാത്രമാണ് ജീവിക്കാൻ അനുവദിച്ചത്. ആ കുട്ടി എപ്പോഴും വേദന സഹിച്ച് കാട്ടിലുള്ളൊരു കുടിലിൽ കിടപ്പിലാണെന്ന് റാദി മായയെ അറിയിച്ചു. ശേഷം റാദി ആ നാടിനു ശാപം കിട്ടാനിടയായ സംഭവത്തെക്കുറിച്ച്
മായയോട് വിവരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ധനികൻ ഇവിടെ വന്ന് താമസമാക്കി. ഗ്രാമവാസികൾ അയാളെ ഗ്രാമമുഖ്യനായി കണ്ടു. അന്ന് മിസ്സി എന്ന വൃദ്ധയൊക്കെ അവിടുത്തെ ജോലിക്കാരിയായിരുന്നു. ആ ധനികൻ്റെ മരണശേഷം അയാളുടെ സ്വത്തുക്കളൊക്കെ മകനായ ഡോണോയിലേക്ക് ചെന്നെത്തി. നല്ലവനായിരുന്ന ഡോണോ തുകൽ പാവകളെ നിർമ്മിക്കുന്നതിൽ സമർത്ഥനായിരുന്നു. നാട്ടുകാർക്കായി പാവകളി പ്രദർശിപ്പിക്കുന്നത് ഡോണോയുടെ ഇഷ്ടവിനോദമായിരുന്നു. ഇതിനിടെ ഡോണോ ആരും ആഗ്രഹിച്ചു പോകുന്ന സുന്ദരിയായ ഷിൻഡ എന്ന യുവതിയെ ഇഷ്ടപ്പെട്ടു. ധനികനായതുകൊണ്ട് തന്നെ ഡോണോയ്ക്ക് അവളെ വിവാഹം കഴിക്കുവാനായി സാധിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവർക്കും കുട്ടികളുണ്ടായില്ല. ഈ ഒരു കാര്യം അവരെ നിരാശരാക്കി. ഏറെ കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം പിന്നീട് ഷിൻഡ ഗർഭിണിയായി. ഇരുവരും ഒരുപാട് സന്തോഷിച്ചു. നാളുകൾക്ക് ശേഷം ഷിൻഡ പ്രസവിച്ചു. എന്നാൽ ആ കുട്ടിക്ക് തൊലിയുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവത്തിനു ശേഷം ഡോണോ പുറത്തിറങ്ങാതാവുകയും വീടിനു ചുറ്റും ഒരു വേലി കെട്ടുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം ആ ഗ്രാമത്തിൽ നിന്നും ഒരു ബാലികയെ കാണാതായി. സമാന രീതിയിൽ 2 ബാലികമാർ കൂടി പിന്നീട് മിസ്സിംഗായി. അവരുടെ മൃതശരീരങ്ങൾ പോലും കണ്ടെത്തുവാനായി സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അസുഖം പൂർണ്ണമായും ഭേദമായ നിലയിൽ മായ എന്ന് വിളിക്കപ്പെടുന്ന തൻ്റെ മകളായ രഹായുവിനെയും കൂട്ടി ഡോണോ വീടിന് പുറത്തേക്ക് വരുന്നത്. അന്നാണ് ഗ്രാമവാസികൾ ആദ്യമായി മായയെ കാണുന്നത്. അതോടുകൂടി ചാത്തൻ സേവയ്ക്കായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ഡോണോയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നു. പിന്നീട് പാവക്കളിക്കിടെ ഡോണോ ഭ്രാന്തനായി മാറുകയും കാണികളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം കഴുത്ത് ഛേദിച്ച് ഡോണോ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. താൻ മൂലമാണ് ഈ ഗ്രാമത്തിന് ശാപമേറ്റത് എന്ന സത്യം അറിഞ്ഞതോടെ മായ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇതേ നേരമാവട്ടെ മിസ്സിനി രഹായുവിൻ്റെ തൊലിയാണെന്ന് കരുതി ദിനിയുടെ തൊലി ഉപയോഗിച്ച് ചാത്തന് സേവ ചെയ്യുകയായിരുന്നു. അതോടെ മിസ്സിനി കൊല്ലപ്പെട്ടത് രഹായുവല്ലെന്ന് തിരിച്ചറിയുകയും ഇക്കാര്യം തൻ്റെ മകനായ ദലാങ്ങിനെ അറിയിക്കുകയും ചെയ്തു. അതോടെ മായ തന്നെയാണ് രഹായുവെന്ന് മനസ്സിലാക്കി അവർ മായക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഈ ഒരു സമയത്താണ് ടോൾ ബൂത്തിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താനായി വന്നിരുന്ന ആ ഒരു മനുഷ്യനെ റാദിയുടെ വീട്ടിലെ ഫോട്ടോയിൽ മായ കാണുന്നത്. അത് തൻ്റെ ഭർത്താവാണെന്നും ഞാനിപ്പോൾ ഗർഭിണിയാണെന്നും കുട്ടി ആരോഗ്യവാനായി ജനിക്കാനായി എന്തൊക്കെയോ ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം ടൗണിലേക്ക് പോയിരിക്കുകയാണെന്നും റാദി മായയോട് പറഞ്ഞു. അവരുടെ ഈ വാക്കുകൾ മായയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. മായക്കായുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ദലാങ്ങിൻ്റെ ആളുകൾ റാദിയുടെ വീട്ടിലേക്കും എത്തിയിരുന്നു. ഉടൻ തന്നെ റാദി ഭക്ഷണം വിളമ്പിയിരുന്ന മേശയ്ക്കടിയിലായി മായയെ ഒളിപ്പിച്ചു. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയിരുന്ന അക്രമികളിൽ ഒരാൾ ആ ഭക്ഷണം ആർത്തിയോടെ കഴിക്കുകയാണ്. ഇതിനിടെ ദിനിയെ കൊലപ്പെടുത്തി തൊലി മുറിച്ചെടുത്ത കാര്യം അയാൾ റാദിയോട് പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ ഹൃദയവേദനയോടെ മായയും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടെയുണ്ടായിരുന്ന രണ്ടാമൻ നിന്റെ ഭർത്താവിനെ ഏറെക്കാലമായി കാണാനില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് റാദിയെ ബലാത്കാരം ചെയ്യാനായി ശ്രമിച്ചു. ഉടൻ തന്നെ റാദി ഒരു കത്തിയെടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും എൻ്റെ പ്രേതം നിന്നെ വേട്ടയാടുമെന്നും പറഞ്ഞുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് ഭീതിയോടെ അക്രമികൾ അവിടെ നിന്നും സ്ഥലം വിട്ടു. ഈ ഒരു സമയത്ത് മായ താൻ രഹായുവാണെന്നുള്ള സത്യം റാദിയോട് വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് റാദി കാട്ടിലൂടെ മായയെ ആ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് മായ വിളിച്ചിരുന്ന ആ ഒരു സുഹൃത്ത് അവളെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് ബൈക്കിൽ വരുന്നുണ്ടായിരുന്നു. അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങോട്ടേക്ക് വന്നിരുന്ന ആ ഒരു സുഹൃത്തിനെ ഇരുവരും കാണാനിടയായി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് മായയെ അന്വേഷിച്ച് നടന്നിരുന്ന ഗ്രാമവാസികൾ അയാളുടെ പക്കലേക്ക് എത്തുന്നത്. അയാൾ എന്തിനാണ് വന്നതെന്ന് മനസ്സിലായതോടെ ദലാങ്ങിൻ്റെ കൂട്ടാളികൾ അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തി. ശേഷം അവർ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉപയോഗിച്ച് മായയെ വിളിക്കുകയാണ്. ഉടൻ തന്നെ മായ തൻ്റെ മൊബൈൽ ഫോൺ ദൂരേക്കെറിഞ്ഞു. മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ജനക്കൂട്ടം അങ്ങോട്ടേക്ക് ഓടി. ഈ ഒരു സമയത്ത് നിന്റെ ഭർത്താവിനെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടിരുന്നുവെന്നും എന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പോലീസ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നുവെന്നും മായ റാദിയോട് വെളിപ്പെടുത്തി.
പിന്നീട് ഗ്രാമവാസികളുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരുന്ന മായ അവിടെ നിന്ന് മൂടി രക്ഷപ്പെടുകയും ഒരു കാട്ടുപാതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതുവഴി പോയൊരു വാഹനം നിർത്താതെ പോയെങ്കിലും ഭാഗ്യവശാൽ രണ്ടാമത്തെ വാഹനം നിർത്തി. തനിക്ക് പുറകിൽ അക്രമികളുണ്ടെന്ന് പറഞ്ഞതോടെ ഡ്രൈവർ മായയെ വാഹനത്തിലേക്ക് കയറ്റി. അങ്ങനെ മായ ആ ഒരു വാഹനത്തിൽ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എന്നാൽ പൊടുന്നനെ കുട്ടിയുടെ പ്രേതം ഡ്രൈവറെ പേടിപ്പിക്കുകയും നിയന്ത്രണം വിട്ട ആ വാഹനം മരത്തിലടിക്കുകയും ചെയ്തു. അതോടുകൂടി കാട്ടിലേക്ക് തെറിച്ചു വീണ മായയുടെ മുൻപിൽ ആ 3 കുട്ടികളുടെയും പ്രേതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കുട്ടികളുടെ പ്രേതങ്ങൾക്ക് മായയെ കൊണ്ട് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പിന്നീട് കുട്ടികളുടെ പ്രേതങ്ങൾ മായയ്ക്ക് ചുരുളഴിയാത്ത ചില രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഡോണോയുടെ ഭാര്യയായിരുന്ന ഷിൻഡയെ അന്ന് അവിടുത്തെ ജോലിക്കാരനായിരുന്ന ദലാങ്ങിനെ ഇഷ്ടമായിരുന്നു. ഇരുവരും പ്രണയത്തിലായിരുന്ന സമയത്താണ് അതറിയാതെ ഡോണോ ഷിൻഡയെ വിവാഹം കഴിച്ചിരുന്നത്. ഷിൻഡയ്ക്ക് കുട്ടികളില്ലാതായതോടെ അവൾ തൻ്റെ കാമുകനായ ദലാങ്ങുമായി അവഹിത ബന്ധത്തിലേർപ്പെട്ടു. എന്നാൽ ഈ ഒരു സംഭവം അവിടുത്തെ ജോലിക്കാരിയും ദലാങ്ങിൻ്റെ അമ്മയുമായ മിസ്നി കാണാനിടയായി. കൂടോത്രം അറിയാമായിരുന്ന മിസ്നി ഷിൻഡയുടെയും ദലാങ്ങിൻ്റെയും മുടികൾ കൈക്കലാക്കി. ഈ സംഭവങ്ങൾ മറ്റാരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നറിയാവുന്നതുകൊണ്ട് ദലാങ്ങിൻ്റെ മനസ്സിൽ നിന്നും സംഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മ മായ്ച്ചു കളയാനും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് മരിക്കുവാനുമായി മിസ്നെ കൂടോത്രം ചെയ്തു. ആ ഒരു സംഭവത്തോടെ ഷിൻഡയെക്കുറിച്ചുള്ള മുഴുവൻ ഓർമ്മകളും ദലാങ്ങിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. ഇക്കാര്യങ്ങളൊന്നും ഡോണോയ്ക്കറിയില്ലായിരുന്നു. കൂടോത്രം ചെയ്തിട്ടും ഷിൻഡ മായയെ പ്രസവിച്ചു. എന്നാൽ ജനന സമയത്ത് മായയ്ക്ക് തൊലിയില്ലായിരുന്നു. ഈ ഒരു സംഭവത്തോടെ മകൾക്ക് വേണ്ടി നല്ലവനായ ഡോണോ ആഭിചാരത്തിലേക്ക് തിരിയുകയായിരുന്നു. അതിനായി ഡോണോ ഗ്രാമത്തിൽ നിന്നും 3 ബാലികമാരെ തട്ടിക്കൊണ്ടുവരികയും അവരെ നിഷ്കരണം കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം അവരുടെ തോലുകൾ മുറിച്ചെടുത്ത് ആഭിചാരത്തിനായി പാവകൾ നിർമ്മിച്ചു. കുട്ടികളുടെ ശരീരാവശിഷ്ടങ്ങൾ ബേസ്മെൻറ്റിൽ തന്നെ കുഴിച്ചു മൂടി. പിന്നീട് ആ 3 കുട്ടികളുടെ തോലുപയോഗിച്ച് നിർമ്മിച്ച പാവകളുമായി ആഭിചാര ക്രിയകൾ ചെയ്യാൻ തുടങ്ങി. അതോടെ ചർമ്മമില്ലാതിരുന്ന രഹായു എന്ന മായയ്ക്ക് ചർമ്മങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. കുട്ടിയായ മായ ദിവസങ്ങൾക്കു ശേഷം പൂർണ്ണാരോഗ്യവതിയായി മാറി. പക്ഷേ ആ 3 കുട്ടികളുടെ പ്രേതങ്ങൾ മായയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ മായ ഭയചകിതയായി. അതോടെ ആ കുട്ടികളുടെ പ്രേതങ്ങൾ മായയെ ശല്യപ്പെടുത്താതിരിക്കാനായി ഡോണോ മായയുടെ തുടയിൽ ഒരു മുറിവുണ്ടാക്കി ഒരു മന്ത്രവാക്യം എഴുതി അതിൽ നിക്ഷേപിക്കുകയും ആ മുറിവ് തുന്നിക്കെട്ടുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് മിസ്നി തൻ്റെ മകനായ ദലാങ്ങിനെ ഉപയോഗിച്ച് ഡോണോയെ കൊലപ്പെടുത്തുന്നത്. പിന്നീട് ദലാങ്ങാണ് ഡോണോയുടെ വേഷത്തിൽ പാവകളിക്കിടെ ആളുകളെ മൃഗീയമായി കൊലപ്പെടുത്തിയിരുന്നത്. തൻ്റെ പഴയ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്ന ദലാങ് തൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം കാമുകിയായിരുന്ന ഷിൻഡയെയും നിഷ്കരണം കൊലപ്പെടുത്തി. ശേഷം ഡോണോ ആത്മഹത്യ ചെയ്യുന്നതായി നടിച്ച് ഡോണോയുടെ മൃതശരീരം അവർ അതേ വേഷത്തിൽ ആരും കാണാതെ അവിടെ കൊണ്ട് കിടത്തി. പിന്നീട് ബാലികമാരുടെ ചർമ്മം കൊണ്ട് നിർമ്മിച്ചിരുന്ന പാവകളും സ്വത്തുക്കളുമെല്ലാം ദലാങ് കൈവശപ്പെടുത്തി. ഈ ഒരു സമയത്ത് ഡോണോയുടെ ഒരു ജീവനക്കാരിയാണ് കുഞ്ഞായിരുന്ന മായയെ അവിടെ നിന്നും രക്ഷിച്ചിരുന്നത്. പിന്നീട് കുട്ടികളുടെ പ്രേതങ്ങൾ മായയ്ക്ക് ഡോണോ ആഭിചാര ക്രിയകൾ ചെയ്തിരുന്ന ആ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. ആ 3 ബാലികമാരുടെ ശാപം കൊണ്ടായിരുന്നു ഗ്രാമത്തിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം തൊലിയില്ലാതെ ജനിച്ചിരുന്നത്. ഞങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം ഞങ്ങളുടെ തൊലി കൊണ്ടുണ്ടാക്കിയ പാവകളും കുഴിച്ചു മൂടിയാൽ ശാപം മാറുമെന്ന് കുട്ടികളുടെ പ്രേതം മായയെ അറിയിച്ചു. ഈ ഒരു സമയത്താണ് കാട്ടിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന മായയെ റാതി വിളിച്ചുണർത്തുന്നത്. ശേഷം മായ റാതിക്കൊപ്പം കുട്ടികൾ കാണിച്ചു കൊടുത്തിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. പോകുന്ന വഴിയിൽ അവർ തൊലിയില്ലാതെ ജനിച്ച് കാട്ടിൽ കഴിഞ്ഞിരുന്ന ആ ഒരു മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടിരുന്നു. പിന്നീട് മായയും റാതിയും ചേർന്ന് കുട്ടികൾ കാണിച്ചു കൊടുത്തിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് കുട്ടികളുടെ തൊലി കൊണ്ട് നിർമ്മിച്ചിരുന്ന പാവങ്ങളും എടുത്ത് ബേസ്മെൻറ്റിലേക്ക് പോയി. ശേഷം കുട്ടികളുടെ കുഴിമാടം തോണ്ടി ആ പാവകൾ അതിലേക്ക് നിക്ഷേപിച്ച് കുഴിച്ചു മൂടി. ഈ ഒരു സംഭവത്തോടെ ഗ്രാമം
ശാപത്തിൽ നിന്നും മുക്തി നേടിക്കഴിഞ്ഞിരുന്നു. അതോടുകൂടി കുട്ടികളുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുകയും അവർ അപ്രത്യക്ഷരാവുകയും ചെയ്തു. ഇരുവരും അവിടെ നിന്നും തിരികെ പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് ദലാങ്ങിൻ്റെ അമ്മയായ മിസ്നി അങ്ങോട്ടേക്ക് എത്തുന്നത്. എല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് മായ മിസ്നിയോട് പറഞ്ഞു. എനിക്ക് ഡോണോയുടെ കുടുംബത്തോട് തീർത്താൽ തീരാത്ത പകയുണ്ടെന്നും പറഞ്ഞ് മിസ്നി കുറച്ച് കാര്യങ്ങൾ മായയോട് വെളിപ്പെടുത്തുകയാണ്. ഞാനവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഡോണോയുടെ പിതാവ് നിരന്തരമായി എന്നെ ബലാത്കാരം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ദലാങ് ജനിച്ചത്. സത്യത്തിൽ ദലാങ് ഡോണോയുടെ അർദ്ധ സഹോദരനാണ്. ഞാൻ ഇക്കാര്യം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ദലാങ്ങിൻ്റെ കൂട്ടാളികൾ എത്തുകയും മായയെ പിടികൂടുകയും ചെയ്തു. ശേഷം മിസ്നിയുടെ നിർദ്ദേശപ്രകാരം കൊന്നു തൊലിയുരിയാനായി അവർ മായയെ കെട്ടിത്തൂക്കി. അവരുടെ തൊലിയുരിഞ്ഞ പാവകളെ ഉണ്ടാക്കിയാൽ ശാപമോക്ഷം കിട്ടുമെന്നായിരുന്നു മിസ്നി ദലാങ്ങിനെയും കൂട്ടരെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ഈ ഒരു സമയത്ത് കരഞ്ഞുകൊണ്ട് മായ നിങ്ങൾ എൻ്റെ പിതാവാണെന്നും പറഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം ദലാങ്ങിനോട് വെളിപ്പെടുത്തി. മാത്രവുമല്ല, ഈ ഗ്രാമത്തിന് ശാപമോക്ഷം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും അവൾ അയാളെ അറിയിച്ചു. അവൾ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണെന്ന് തെളിയിക്കത്തക്ക വിധം ആ നേരത്ത് ചർമ്മത്തോടെ പറന്നിരുന്ന കുഞ്ഞിനെയും എടുത്ത് റാദി അങ്ങോട്ടേക്കെത്തി. അതോടെ അവരുടെ വാക്കുകൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത ദലാങ് അവളെ കൊല്ലാനുള്ള അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ചു. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി ദലാങ് സ്വയം കഴുത്തു ഛേദിച്ച് ആത്മഹത്യ ചെയ്തു. ഈ ഒരു കാഴ്ച താങ്ങാനാവാതെ അവൻ്റെ അമ്മയായ മിസ്നിയും അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. പിന്നീട് റാദി മായയുടെ കെട്ടുകൾ അഴിച്ചു. ഓടി രക്ഷപ്പെട്ട മായ അതുവഴി വന്നിരുന്നൊരു വാഹനത്തിൽ ആ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ്. എന്നാൽ ഒരു വർഷത്തിനു ശേഷം ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഗർഭിണിയായ ഒരു യുവതിയുടെ ഭ്രൂണത്തെ മിസ്നിയുടെ പ്രേതം പുറത്തെടുത്ത് ഭക്ഷിക്കുകയാണ്. ഭീതിജനകമായ ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.